എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെയൊക്കെ വാമൂടി കെട്ടുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ കേസെടുത്ത് പോലീസ്. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പോലീസിന്റെ നടപടി. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. മാധവൻ സാറും CPM-ന്റെ അന്തം കമ്മികളും ആദ്യം മനസ്സിലാക്കണം, നീയൊക്കെ ബക്കറ്റും എടുത്ത് നടന്ന് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും പിരിച്ചും അതിന്റെ 50% പുട്ടടിച്ചിട്ട് 50% ചെലവഴിച്ചതിന് ശേഷം ആ ചെലവഴിച്ച 50%ത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന തെമ്മാടിത്തരങ്ങളല്ല. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് ഇതിനെ നിയമപരമായി തന്നെ ഒതുക്കാം. അപ്പൊ അഖിലിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം അഖിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ CPM-ന്റെ തന്നെ ഒരു വാർഡ് മെമ്പർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ സത്യത്തിൽ കൂട്ടിയാൽ കൂടാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, എന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. അന്തം കമ്മികളായ CPM-ന്റെ സൈബർ ടീമുകൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളിലും അല്ലാത്തടത്തും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അഖിൽമാരാര് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് വീട് വെച്ച് കൊടുക്കാം എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഇവന്മാർ പിരിക്കുന്നുണ്ട്. അമ്മയുടെ ഭർത്താവിനെ അച്ഛ എന്ന് ആത്മധൈര്യത്തോടുകൂടി വിളിക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവന്മാരോട് പരസ്യമായി വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ കണക്ക് എഴുതി വെച്ചാണ് ഞാനത് സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നത്. KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം. മനസ്സിലാക്കണ്ട. 81.43 കോടി രൂപ KSFക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ഇത് എന്തടിസ്ഥാനത്തിലാണ്? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? തള്ളിന് വേണ്ടിയിട്ട് പോയാടിക്കല എന്റെ മടിയിൽ കനമില്ല, ഇയാളുടെ മടിയുടെ അത്രയും കനം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം, പാർട്ടിയിലെ പലർക്കും അറിയാം. ഒരക്ഷരം പോലും തെറ്റിയില്ല. പകരത്തിന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.